കേരള സ്റ്റൈലിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെസിപ്പി നോക്കിയാലോ. ഉണ്ടാക്കാനാണെങ്കിൽ ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പൊറോട്ട, ചപ്പാത്തി ഇവിടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ചിക്കനാണ് കേട്ടോ ഇത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കുക. സ്റ്റൗവിലേക്ക് പാൻ വെച്ച ശേഷം ഞാൻ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം 3 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചെറുതായി കട്ട് ചെയ്തതും ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സവാളയുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ. നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഞാൻ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഇഞ്ചി, വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് കരിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ടാണ് ഈ രീതിയിലേക്ക് ചെയ്യുന്നത്. സവാള ഒന്ന് ട്രാൻസ്പാരൻ്റ് നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും തക്കാളിയും നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഈ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പൊടിയുടെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമ്മളിത് വഴറ്റി കൊടുക്കാം. ഈ സമയം സ്റ്റൗവിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ കരിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അവസാനമായി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 750 ഗ്രാമോളം ചിക്കനാണ് എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ്റെ അളവിൽ വ്യത്യാസം വരുത്താട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് സവാളയിൽ വഴണ്ടി വരുന്നവരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് തന്നെ അത് ഇളക്കി കൊടുക്കണം. ചിക്കനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേ നിങ്ങൾക്കിപ്പോൾ കാണാം, ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യമായ വെള്ളം ഇറങ്ങുകയും അത് മതിയാവും നമ്മുടെ ഈ ചിക്കൻ വേകാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 30 മിനിറ്റോളം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ. നമ്മുടെ വെള്ളം ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമ്മളത് അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, പൂരി ഇവയ്ക്കൊക്കെ നന്നായിട്ട് പോകുന്നൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്യണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. തുടർന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.